എടോ ബേ നിങ്ങൾ ഇവിടെ ഇരിക്കുവായിരുന്നു, ഞാൻ നിങ്ങളെ തപ്പി ഇങ്ങനെ ഇറങ്ങി വരുവാ. വേണ വാ അണ്ണ ഇതിലല്ലേ വഴി, അതിലേക്ക് കറങ്ങി വേണ അതിലേ വേണ അപ്പറയാണോ ആ വഴിയതാ. എന്നാ പിന്നെ ആ വഴി ഇവിടെ ഇട്ടാ പോലെ എന്തോ ചെയ്യും എന്റെ പൊന്നടാപ്പേ, ഏതോ വള്ളിക്കെട്ട് കൊണ്ട് വരുന്ന പരിപാടിയാ. എടാ വള്ളിക്കെട്ടൊന്നുമില്ലടാ, കാശ് തടച്ചു വയ്ക്കാൻ പറ്റുന്ന. ആ നീ മിണ്ടണ്ട. അതെ, കാഴ്ചക്ക് എനിക്ക് കുറവുള്ളൂ, കേൾവി നന്നായിട്ട് കേക്കാം. പൊട്ടനൊന്നും അല്ല ഞാൻ കേട്ടോ. എന്തോന്നാ പറഞ്ഞേ? എന്നെ പറഞ്ഞ ഞാൻ കേട്ടായിരുന്നു. എന്തുകൊണ്ടാ? എന്തോ അതോ അണ്ണാ പഴയതൊക്കെ ഭയങ്കര സുന്ദരനായെന്നല്ലേ നീയൊക്കെ പറഞ്ഞു. അതെ അതെ അതെ, എന്തൊരു ചെവിയാണ് എന്റെ. പിന്നെ ഞാൻ വന്നത് അണ്ണന്റെ കാര്യം ഇപ്പൊ പറഞ്ഞോളൂ. എന്താണ് കാര്യം? എടാ ഒരു 500 രൂപ കടം വേണം, നാളെ തരാം പൈസ. എന്തിനാ? എടാ പിള്ളേർ സ്കൂള് തുറക്കുമല്ലേ, പിള്ളേർക്ക് ബുക്ക് പുറത്തൊക്കെ മേടിച്ചു കൊടുക്കാന്ന് വെച്ചാ. അണ്ണൻ എത്ര മക്കളാണ്? എനിക്ക് രമേശൻ, സന്തോഷ്, ശാലിനി, അഭിലാഷ്, 8 പിള്ളേരുണ്ട്. 8ാമത്തെ 3ാം ക്ലാസ്സിലാ. അവക്ക് ആ ബുക്ക് മുഖത്ത് പോകും. അപ്പൊ നാളെ പണിയുണ്ട്. അപ്പൊ നാളെ വൈകുന്നേരം ഞാൻ പൈസ അങ്ങ് തരാം. നാളെ പണിയുണ്ട്. നാളെ പണിയുണ്ട്. എവിടെയാണ് പണി? നാളെ പഞ്ചായത്തിൽ. അതിലടാ, ഈ പഞ്ചായത്തില് പട്ടികൾ ധാരാളം ഉണ്ടല്ലോ. അപ്പൊ ഇതിനൊക്കെ പിടിച്ചു കെട്ടിയിട്ട് അതിന് വന്ധ്യത ശസ്ത്രക്രിയ നടത്താൻ വേണ്ടി. വന്ധീകരണം അത്ര പൈസ ഇത്ര കൂടുതൽ കിട്ടും. അപ്പൊ നാളെ വൈകുന്നേരം പൈസ ഞാൻ പൈസ ഉണ്ടോ? ശരിയാണ്, പട്ടികളുടെ ശല്യം ഭയങ്കര. അയ്യോ, ഇത് നമ്മൾ ചെയ്തെല്ലാം കണ്ടല്ലോ, നമ്മുടെ സമൂഹത്തിൽ കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് കിട്ടിയാലും നമ്മള് ജോലി ചെയ്യാൻ നമ്മൾ എടാ ഞാൻ നാളെ വൈകുന്നേരം തരാം. ഒരിക്കലും മറക്കത്തില്ല. താങ്ക് യു. പോക്ക് കണ്ടോ എന്താ കളിക്കുന്നേ? എങ്ങനെ ഇടി വരായിരിക്കും? ഈ വന്ധ്യകരണം പുള്ളിയുടെ വീട്ടിൽ ചെയ്തായിരുന്നെങ്കിൽ ഇപ്പൊ നിന്റെ 500 രൂപ പോകുമായിരുന്നു.